ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഓൾഡ് ഗോവ ചർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടുന്ന് അഗോഡ ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഈ ഓൾഡ് ഗോവ ചർച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ തന്നെ മുൻപ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. നമ്മുടെ ബൈക്ക് യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ യാത്രയിൽ കൂടെ മറക്കണ്ട. ഫോർട്ട് അടയ്ക്കുന്നതിന് മുന്നേ എത്തിച്ചേരുക എന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചോളം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓടിക്കയറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ ഇതിനുള്ളിലെ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോകുന്നത്. അറബിക്കടലിന്റെ അഴകും പോർച്ചുഗീസ് ഭരണകാലത്തിന്റെ ഓർമ്മകളും വരുന്ന ഒരു ഫോർട്ടാണ് അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. പോർച്ചുഗീസ് ചരിത്രത്തിന്റെ സ്വഭാവം സൂചിപ്പിക്കുന്ന കോട്ട ഇന്ന് ഗോവയിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ടിക്കറ്റൊക്കെ കാണിച്ച ശേഷം നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടു. നല്ല തിരക്കുള്ള സമയമായിരുന്നു, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ. ഇനി ഈ കോട്ടയുടെ കുറച്ച് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ 1612 പോർച്ചുഗീസ് ഭരണാധികാരികൾ ഈ കോട്ട നിർമ്മിച്ചത്. ഗോവയെ കടൽമുഖത്ത് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കോട്ട നിർമ്മിക്കുന്നതിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമുദ്രത്തിന്റെ മനോഹാരിത ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിയും കേട്ടോ. അഗോഡ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ ജലം എന്നാണ് അർത്ഥം. ഈ കോട്ടയിൽ ഒരു വലിയ ശുദ്ധജല കിണറുണ്ട്. അതിന്റെ പേര് വ്യക്തമാക്കുന്നതാണ് ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. പോർച്ചുഗീസ് നാവികർക്കായിട്ട് ജലസേചന കേന്ദ്രമായും പിന്നെ സൈനിക താവളമായിട്ടും ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചു വന്നിരുന്നു. ഇവിടുത്തെ ഭീമമായ ജലസംഭരണി ഏകദേശം 23 ലക്ഷത്തോളം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ഒന്നാണ്. 1864 നിർമ്മിച്ച ഗോവയിലെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മുന്നേ കണ്ടത്. ഈ കോട്ടയുടെ ഭാഗമായിട്ടുള്ള പഴയ ജയിൽ ഗോവയിലെ ആദ്യത്തെ ജയിലായിരുന്നു. ചെയ്തില്ല. ബീച്ചിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ ഒരു കോട്ടയുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ് കേട്ടോ. കുറേ നേരം കാത്തുന്നതിന് ശേഷമാണ് ചെറിയ 2 ഫോട്ടോ എടുക്കാൻ നമുക്ക് അവസരം കിട്ടിയത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 വരെയാണ് കേട്ടോ ഇവിടുത്തെ കോട്ടയുടെ സമയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പഠിക്കൽ ഒരു മാങ്ങ മസാല ഇട്ടത് വാങ്ങിച്ച് കഴിച്ചിട്ടോ. വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് കാണുന്നില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് നേരെ പോയിട്ടുള്ളത് കണ്ടോലിം ബീച്ചിലേക്കാണ് കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ബീച്ചിൻ്റെ സൈഡിലൊക്കെ. നമ്മൾ ഉച്ചയ്ക്കൊന്നും പ്രത്യേകിച്ച് കഴിക്കാത്തതുകൊണ്ട് 2 സ്നാക്കും വാങ്ങിച്ചിട്ടാണ് ചെന്നത്. പ്രോട്ടീൻ സ്നാക്കും പിന്നെ കമ്പോച്ചയും വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ബീച്ചിലെ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ കാര്യത്തിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ നമ്മൾ ബാഗാ ബീച്ചിന് അങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബാഗാ ബീച്ചിനടുത്ത് തന്നെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ബ്രിട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ നല്ല തിരക്കൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചീസി മഷ്റൂമും ബീഫ് സ്റ്റീക്കും പിന്നെ ചിക്കൻ കറിയും റൈസും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു പുളിയുടെ ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള ഒരു മോക്ടെയിൽ ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചുവേട്ടന് മിമോസ് എന്നുള്ളൊരു ഷാമ്പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ വോഡ്ക ഓറഞ്ച് കോക്ടെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണം എല്ലാം തന്നെ ഈ രാത്രിയത്തെ ഫുഡോട് കൂടി തീർത്തു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നല്ലൊരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ അത് കണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ ഒരാളവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ 2 വിദേശികളായ വയസ്സായിട്ടുള്ള കപ്പിൾസ് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടോ. ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അവർ ഈ ഒരു വയസ്സിനാം കാലത്തും അവർ അവരുടെ ജീവിതം എത്ര ഭംഗിയിലാണ് ആസ്വദിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് കണ്ട കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാഴ്ച തന്നെയാണ്. രാത്രിയിൽ
പിന്നെ ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളത് നെക്സ്റ്റ് ഡേ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ടുള്ള 7ാമത്തെ ദിവസമാണ്. ഗോവയിൽ എത്തിയിട്ടുള്ള 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് രാവിലെ വന്നതാണ് കേട്ടോ. ഇന്ന് ഒത്തിരി തിരക്ക് പിടിച്ചൊരു ദിവസമല്ല നമുക്ക്, കാരണം ഇന്ന് ഇവിടെ അടുത്ത് തന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ചെയ്യാനുള്ളത്. ഞാനെടുക്കുന്ന പ്ലേറ്റ് കണ്ടാലാണ് ഏറ്റവും ചിരി, കാരണം അവിടുത്തെ എല്ലാ ഐറ്റംസൊന്നും കുറച്ചൊക്കെ എടുത്ത് വെച്ച് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം. അങ്ങനെ ഒന്നും ഒഴിവാക്കണ്ടല്ലോ, എല്ലാത്തിനും ടേസ്റ്റ് നോക്കുക എന്നുള്ളൊരു രീതിയിൽ എല്ലാതും എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ബാഗാ ബീച്ചിന് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മളിവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പാരാസൈലിംഗ് മാത്രമാണ് കേട്ടോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും ചുമ്മാ കയറി ഒന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ ഏതായാലും മറന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാരാസൈലിങ്ങിനുള്ള ടിക്കറ്റൊക്കെ എടുത്തു ഇവിടെ അവരെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവർ ബോട്ടിലോട്ട് കയറാമെന്ന് നമ്മളോട് പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ആൾക്കാരെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്ത് വേറൊരു ബോട്ടിലേക്ക് കയറ്റിയിട്ടാണ് കേട്ടോ പാരാസൈലിംഗ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ ബോട്ടിലേക്ക് കയറുകയാണ്. ഓപ്പൺ ബോട്ടിലുള്ള ഈ യാത്ര ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു എന്ന് പറയാം. കാരണം വലിയ തിരമാലകൾക്കിടയിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ വെള്ളമൊക്കെ മേത്തോട് തെറിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പിടിച്ചിരിക്കാനും ഈ ചെയറിൻ്റെ ഒരു സംഭവമുള്ളൂ. കുറച്ച് വീഡിയോസൊക്കെ പറ്റുന്ന പോലെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി നമ്മൾ ഈ ബോട്ടിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പം ഈ ബോട്ടിൽ പാരാസൈലിംഗ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ നമ്മൾ വന്ന ബോട്ടിൽ കയറിയിട്ട് അവർ തിരിച്ച് കരയിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയ സമയത്ത് പാരാസൈലിങ്ങിന് ബാഗാ ബീച്ചിൽ നമ്മൾ കണ്ട ആൾ നമ്മളോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 600 രൂപയായിരുന്നു. പിന്നെ ഇവിടെ കയറി കഴിയുമ്പോൾ കുറച്ച് ഹൈറ്റിൽ നമ്മൾ ഉയർത്തണം എന്നുണ്ടെങ്കിൽ, പിന്നെ കടലിലൊന്ന് ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുക്കാനായിരുന്നു. നമ്മൾ ഏതായാലും നോർമലാണ് എടുത്തത്, സാധാ ഒരു ഇതിൽ തന്നെ. പിന്നെ സിംഗിളായിട്ട് പോകാമെന്ന് വെച്ചിട്ടോ. കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകാമെന്നുള്ളത് ഓപ്ഷൻ ചിലർ എടുക്കാറുണ്ട്. നമ്മൾ അതിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു രസം കിട്ടുക എന്നുള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ പാരച്യൂട്ടൊക്കെ കാറ്റിൽ ഉയർത്തി അടുത്ത ഓരോരോ ആൾക്കാരായിട്ട് പോകാൻ തുടങ്ങിയിട്ട് ആദ്യം തന്നെ അവിടെ നിന്നൊരു കപ്പിൾസാണ് കേട്ടോ പോയത്. അപ്പോൾ അവർ ബീച്ചിനകത്തൊക്കെ മുക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ മുക്കുന്നത് പേടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ. പക്ഷേ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ് അത് ശരിക്കും. പിന്നെ അങ്ങനെ അച്ചോട്ടൻ്റെ കൂടെ വന്നു. അച്ചോട്ടൻ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു ഗോവ ട്രിപ്പിന് ശേഷം ആൻഡമാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരാസൈലിംഗ് ചെയ്തപ്പോൾ നമുക്കിതിന് 3-4 ഇരട്ടി പൈസയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരാൾക്ക് 3000-3500 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ പാരാസൈലിംഗ് ചെയ്തത്. പക്ഷേങ്കിൽ അപ്പോൾ ഇവിടെ 600 രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബെൽറ്റും കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഉള്ള തരത്തിലുള്ള നല്ലതുങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ബെൽറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാണ് ചീപ്പ് റേറ്റിൽ നമുക്ക് പാരാസൈലിംഗ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അച്ചോട്ടൻ പോയി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ബോട്ടിൽ കടലിലോട്ട് വന്നതോടുകൂടി അച്ചോട്ടൻ ഏതായാലും വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഞാനും പാരാസൈലിംഗ് ഒക്കെ ചെയ്തു വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ.
നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പാരാസൈലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ബോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കയറി ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ തിരിച്ച് ആ ബോട്ടിലേക്കും കയറിയിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരാസൈലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ചിലവഴിച്ച ശേഷം നേരെ റൂമിൽ പോയി. പിന്നെ നമ്മൾ റെഡി ആയിട്ട് വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഗോവയിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കഴിക്കണം എന്ന് ഓർത്തിട്ട് നമ്മൾ ഏതായാലും ബ്രിട്ടോസ് എന്നുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ പിന്നെയും വന്നത്. അപ്പോൾ അവിടെ കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഏതായാലും അതിനകത്ത് നിന്ന് തിരമിസും പിന്നെ ഗോവയിലെ തന്നെ സ്പെഷ്യൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സെറഡൂറയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇത് രണ്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് ഏകദേശം ഫില്ലായ പോലെ തോന്നി. കാരണം നല്ല മധുരമുള്ളതാണ്. പിന്നെ ഒത്തിരി കഴിക്കാനും പറ്റില്ല. കാരണം നമുക്ക് ഇതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ പോകേണ്ടതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഗോവയിലെ കാസിനോവിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മറ്റൊരു പാർട്ടായിട്ട് കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.